വേണ്ടെങ്കിൽ ഇടണ്ട, അത്രേ ഉള്ളൂ. ഇതിട്ടാൽ ഉടനെ മുസ്ലിം ആകും എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നതെങ്കിൽ ഇതിട്ടിട്ട് തന്നെയല്ലേ ഈ കള്ളക്കടത്തും ക്രിമിനലിസവും എല്ലാം താത്താമാര് കാണിക്കുന്നത്. പാക് വാദങ്ങളെ അനുകൂലിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി വലിയ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് NIA-യുടെ അണ്ടറിൽ. അതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇവർ പാകിസ്ഥാനെ ന്യായീകരിക്കട്ടെ. ഈ രാജ്യത്തിരുന്നിട്ട് പാകിസ്ഥാനെ അംഗീകരിക്കുന്ന, അനുകൂലിക്കുന്ന, പാകിസ്ഥാന് സിന്ദാബാദ് വിളിക്കുന്ന ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടി ഇന്ത്യ പ്രത്യേകമായിട്ടൊരു ക്യാമ്പയിൻ, ഒരു രഹസ്യ അന്വേഷണ ഏജൻസി തന്നെ തുടങ്ങിയിട്ടുണ്ട്. അത് മതിയല്ലോ. കാരണം നമുക്ക് തിരിച്ചറിയണമല്ലോ ഇവരാരാണ്, എന്തിനു വേണ്ടിയാണ് എന്ന്. ഇപ്പോൾ എന്തായിരുന്നാലും ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് മാധ്യമങ്ങളിൽ വിശദീകരിക്കുന്നതിനിടയിൽ വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിസ്രി പരാമർശിച്ച പേരുകളിൽ ഒന്നാണ് സാജിദ് മിർ. ഈ പേര് നമ്മൾ പലയിടത്തും കേട്ടിട്ടില്ലേ? ഞാൻ പല സന്ദർഭങ്ങളിലും ഈ സാജിദ് മിർ എന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാൻ ബന്ധം വ്യക്തമാക്കുന്നതിനിടയിലാണ് ഇയാള് ലഷ്കർ-ഇ ഭീകരനായിട്ടുള്ള സാജിദ് മിറിനെ കുറിച്ച് വിവരിക്കുന്നത് വിദേശകാര്യമന്ത്രി. അന്താരാഷ്ട്ര സമൂഹം കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു പേരാണ് സാജിദ് മിർ. ഈ ഭീകരനു വേണ്ടി ഇസ്ലാമാബാദ് ലോകവേദിയിൽ നാണം കെട്ട ഒരു കഥ കൂടിയുണ്ട് ഇസ്ലാമാബാദിന്. അല്ലെങ്കിൽ ഇവർക്ക് എന്ത് അഭിമാനമാണുള്ളത്? നാണം കെടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു രാജ്യം. ഭീകരതയോടുള്ള പാകിസ്ഥാന്റെ സമീപനം തെളിയിക്കാൻ ഇതിലും നല്ല ഒരു പേരില്ല. ഒപ്പം ആ സംഭവവും മോസ്റ്റ് വാണ്ടഡ് ടെററിസ്റ്റുകളിൽ ഒരാളും മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരനുമാണ് സാജിദ് മിർ എന്ന വ്യക്തി. 2008 ഭീകരാക്രമണത്തിന് ശേഷം ഇയാൾ പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി. ഇയാളുടെ മുഖം, ശരീരമൊക്കെ രൂപമാറ്റം സംഭവിപ്പിച്ചു, തിരിച്ചറിയാതിരിക്കാനേ. FBI തന്നെ കണ്ടെത്തിയ റിപ്പോർട്ടുകളാണിതൊക്കെ. ലഷ്കർ-ഇ-ത്വയ്ബയുടെ വിദേശ റിക്രൂട്ടറായിരുന്ന ഇയാള് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ വലം കൈയായിരുന്നു. മുംബൈ ഭീകരാക്രമണ കേസിൽ തഹാവൂർ ഹുസൈൻ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും സാജിദ് മിറും. അതുകൊണ്ടാണ് ആ പേര് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറയാൻ കാരണം. തഹാവൂർ ഹുസൈൻ റാണയെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് സാജിദ് മിർ എന്ന പേരിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ സാജിദ് മിറും കൂട്ടാളികളായ അബു കഹാഫ അയാള്, അതുപോലെ മഷർ ഇഖ്ബാൽ, ഇതിനൊക്കെ പേരുകൾ വലിയ ബുദ്ധിമുട്ടാണ്, അജ്മൽ കസബ്, ഈ അടക്കമുള്ള ആളുകളെ ഒരേ സമയം തന്നെ ഫോണിൽ ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. ഒരേ ദിവസം തന്നെ US-ന്റെ നീതിന്യായ വകുപ്പ് കണ്ടെത്തിയത്. അങ്ങനെയാണ് ഇവരൊക്കെ തമ്മിലുള്ള കണക്ഷൻസ് ഇന്ത്യക്കും മനസ്സിലാകുന്നത്. മുസ്ലിമായ ദാവൂദ് ഗിലാനി എന്ന വ്യക്തി, കേൾക്കണം നിങ്ങൾ, നമ്മൾ എല്ലാ മാധ്യമങ്ങളിലും കാണുന്നു തഹാവൂർ റാണ. എന്തേ തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറയാത്തത് മാധ്യമങ്ങൾ? അതെ, തഹാവൂർ ഹുസൈൻ റാണ എന്ന് പറയുന്നില്ല. ശരിയാണ് രഘുനാഥ്, കേരളത്തിലുള്ളത്ര പാകിസ്ഥാൻ അനുകൂലികൾ ഇന്ത്യയിൽ ഒരിടത്തും ഉണ്ടായിരിക്കില്ല. അച്ഛൻ കുഞ്ഞ് സ്വാഗതം, ഫെയ്ത്ത് ഡിഫൻഡർ സ്വാഗതം. അതെ, രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. തിരിച്ചടി കൊടുത്തിട്ടില്ലെങ്കിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരി രാജ്യത്ത് പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് എന്തർത്ഥമാണുള്ളത്? അദ്ദേഹത്തെ നമ്മൾ നരൻ എന്ന് വിളിക്കാൻ തന്നെ കാരണം അതുകൊണ്ടാണ്. ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തഹാവൂർ ഹുസൈൻ റാണ. അതെ, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. എങ്ങനെയാണ് ഇയാൾക്ക് ഈ പേര് വന്നത്? ഇയാൾ ക്രിസ്ത്യനാണ് എന്ന് ധരിപ്പിക്കുന്നതിന് വേണ്ടി. സാജിദ് മിർ ഇപ്പൊ കണ്ടില്ലേ, അയാള് രൂപമാറ്റം സംഭവിച്ചു. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ യഥാർത്ഥ പേര് ദാവൂദ് ഗിലാനി എന്നാണ്. അവൻ്റെയൊക്കെ പേര് കുറച്ച് ടഫാണെന്നേ, അന്ന് മനസ്സിലാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള സംഗതിയാണ്. അപ്പോൾ ആരൊക്കെയാണ്? തഹാവൂർ ഹുസൈൻ റാണ, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, സാജിദ് മിർ. അപ്പൊ തഹാവൂറിന്റെ പേര് തഹാവൂർ റാണ നമ്മൾ വിചാരിക്കും ക്രിസ്ത്യാനിയാണ്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, ദാവൂദ് ഗിലാനി, സാജിദ് മിർ അയാളുടെ രൂപമാറ്റം സംഭവിപ്പിച്ചു. അപ്പോൾ ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന
ദാവൂദ് ഗിലാനി എന്ന് പറയുന്ന മുറിയന്റെ വലം കൈയായിരുന്നു സാജിദ് മിർ. എന്നിട്ട് ഇവരൊക്കെ ലഷ്കർ-ഇ തൊയ്ബയിലേക്ക് വിദേശത്ത് നിന്നും ആളെ റിക്രൂട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഈ സാജിദ് മിറിന്റെ സന്തത സഹചാരിയും വലം കൈയും കൂട്ടാളിയുമാണ് അബൂ കഹാഫ, അതുപോലെ മഷർ ഇഖ്ബാൽ, അജ്മൽ കസബ്. നമുക്ക് ജീവനോട് കിട്ടിയത് അജ്മൽ കസബിനെയാണ്. അതുകൊണ്ടാണ് മുംബൈ ഭീകരാക്രമണത്തിന് ഒരു തുമ്പായത്. അതുകൊണ്ടാണ് തഹാവൂർ ഹുസൈൻ റാണ ഇന്ന് ഇന്ത്യയിൽ ഇരിക്കുന്നത്, ചോദ്യം ചെയ്യലിന് വിധേയനായിട്ട്. ഇവരുമായി ഈ സാജിദ് മിർ ഫോണിൽ ബന്ധപ്പെടുന്നു. എന്തിന്? US-ന്റെ നീതിന്യായ വകുപ്പ് കണ്ടെത്തിയ തെളിവുകളാണിതെല്ലാം. മുസ്ലിമായ ദാവൂദ് ഗിലാനി അമേരിക്കയിലെത്തിയപ്പോൾ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ആയി. ക്രിസ്ത്യൻ പേര് സ്വീകരിച്ചത് എന്തിനായിരുന്നു? സാജിദ് മിറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു രക്ഷപ്പെടാൻ. ഇനി പലരും പേര് മാറ്റുന്നതൊക്കെ നമുക്ക് കാണാം. നമ്മുടെ നാട്ടിൽ ഇപ്പൊ കേരളത്തിൽ ഒരുപാട് ഹോട്ടലുകൾ പേര് മാറ്റിയത് കണ്ടില്ലേ? അതെ, വെജിറ്റേറിയൻ ആയിരിക്കും ഹോട്ടല്. നമ്മൾ ഗൂഗിൾ പേ ഇടാൻ പോകുമ്പോൾ മുഹമ്മദ് യൂസഫ്. എൻ്റെ അനുഭവത്തിലുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇരിക്കട്ടെ. അങ്ങനെ മുംബൈ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇയാള് പാകിസ്ഥാന്റെ കണ്ണിലുണ്ണിയായി അങ്ങോട്ട് മാറി. ഇന്ത്യക്ക് പ്രഹരമേൽപ്പിച്ച വ്യക്തിയല്ലേ. അപ്പോഴൊക്കെ പൂമാലയൊക്കെ ഇട്ട് സ്വീകരിച്ചൊരു ചക്രവർത്തിയാക്കി ഒരു സിംഹാസനത്തിലൊക്കെ ഇരുത്തണ്ടേ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതും ഇന്ത്യക്ക് പണി കിട്ടണമെന്നല്ലേ. ആ പണിയല്ലേ ഇയാള് കൊടുത്തത്. അപ്പൊ പിന്നെ ഇയാളെ കണ്ണിലുണ്ണിയാക്കണ്ടേ? തന്നെയുമല്ല, പേരുമാറ്റി ഒരിക്കലും ഇന്ത്യ പിടിക്കില്ല എന്ന് ഉറപ്പുവരുത്തി അത്രമാത്രം ജാഗ്രതയോടുകൂടി ചെയ്തില്ലേ മുംബൈ ഭീകരാക്രമണം. കൂടെ സംരക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി IS-ഉം ഉണ്ടായിരുന്നു. ഈ മുംബൈ ഭീകരാക്രമണ കേസിലെ പാകിസ്ഥാൻ ബന്ധം ഇന്ത്യ തെളിവ് സഹിതം പുറത്തുവിട്ടു. സാജിദ് മിർ മരിച്ചു എന്ന് പാകിസ്ഥാൻ ഭരണകൂടം നൽകിയ മറുപടി ഇതിന് തെളിവാണ്. തെളിവ് എത്ര വട്ടം ചോദിച്ചു? സാജിദ് മിർ മരിച്ചു എന്ന് പാകിസ്ഥാൻ പറഞ്ഞു. കാരണം പ്ലാസ്റ്റിക് സർജറി ചെയ്തു മുഖവും ശരീരവും ഒക്കെ ഒരിക്കലും സാജിദ് മിറിനെ കണ്ടെത്തില്ല എന്ന് പാകിസ്ഥാൻ തെറ്റിദ്ധരിച്ചു. മദ്രസ ബുദ്ധിയല്ലേ ഉള്ളൂ. അങ്ങനെ ഇന്റർപോള് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു. മരിച്ചു എന്ന പേരിലാണ് പാകിസ്ഥാൻ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ പാകിസ്ഥാനെ ലോക രാഷ്ട്രങ്ങളിൽ ഒന്നുപോലും വിശ്വസിക്കാൻ തയ്യാറായില്ല, എക്സ്പെഷ്യലി അമേരിക്കയും ഇന്ത്യയും. ഒടുവിൽ ഭീകരർക്കുള്ള സാമ്പത്തിക സഹായം തടയുന്നതിൽ പരാജയപ്പെട്ടതിന്റെ പേരിൽ രാജ്യാന്തര സമിതിയായിട്ടുള്ള FATF, പാകിസ്ഥാനെ നടപടി കർമ്മസമിതി എന്നാണ് അതിന് പറയുക, സാമ്പത്തിക നടപടി കർമ്മസമിതി, പാകിസ്ഥാനെ ഗ്രേ പട്ടികയിൽ ഉൾപ്പെടുത്തിയ അന്ന്. ഇതോടുകൂടി പാകിസ്ഥാൻ വീണ്ടും മലക്കം മറിഞ്ഞു. പറഞ്ഞത് മാറ്റി പറയാൻ ഗോവിന്ദണ്ണനെ പോലെ അവർക്ക് മടിയൊന്നുമില്ലല്ലോ. ഇതോടുകൂടി പാകിസ്ഥാൻ പറഞ്ഞത് തിരുത്തി പറയാൻ തയ്യാറായി. മരിച്ച സാജിദ് മിറിനെ 2022 ഏപ്രിലിൽ ഇതേ പാകിസ്ഥാൻ അറസ്റ്റ് ചെയ്തതായി സ്ഥിരീകരിച്ചു. ഇന്ത്യയുടെ ബുദ്ധിയായിരുന്നു അതിന് പിന്നിൽ. സാജിദ് മിർ ഉള്ള സ്ഥലത്ത് ഇന്ത്യൻ സൈനികരെത്തി. വേണമെങ്കിൽ തുപ്പി കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നത് പോലെ സാജിദ് മിറിനെ സബ്മിറ്റ് ചെയ്തേ മതിയാകൂ എന്നുള്ളൊരവസ്ഥയിലേക്ക് പാകിസ്ഥാനെ ചക്രശ്വാസം വലിപ്പിച്ച് വരിഞ്ഞു മുറുക്കി അങ്ങോട്ട് കെട്ടി ഇന്ത്യ. അങ്ങനെ 2022 മെയ് മാസത്തിൽ പാകിസ്ഥാൻ തീവ്രവാദ വിരുദ്ധ കോടതി ഈ ചത്തുപോയി എന്ന് പാകിസ്ഥാൻ പറഞ്ഞ സാജിദ് മിർ എന്ന് പറയുന്ന ചത്തുപോകാത്ത പ്ലാസ്റ്റിക് സർജറിക്കാരനെ 15 വർഷത്തേക്ക് തടവിന് വിധിച്ചു. 15 വർഷത്തേക്ക്. അങ്ങനെ ഈ നടപടിയെ, അന്താരാഷ്ട്ര നടപടിയെ ഭയന്നിട്ടാണ് പാകിസ്ഥാൻ അന്ന് സാജിദ് മിറിനെ അറസ്റ്റ് ചെയ്തത്. കാരണം വേറെ ഏതെങ്കിലും രാജ്യത്തിന്റെ കയ്യിൽ ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ പൊടി പോലും ഉണ്ടാകത്തില്ല. അതിനെക്കാട്ടി പാകിസ്ഥാനിലാവുമ്പോൾ ജയിലിലെങ്കിലും ഉണ്ടാവുമല്ലോ. ഇവർക്ക് വേണ്ടപ്പെട്ടവരാണ്. പാകിസ്ഥാന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ ചെയ്ത ആളല്ലേ. മുംബൈ ഭീകരാക്രമണം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി സക്സസ് ആക്കിയ ആളല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഇയാൾ ജയിലിലാണോ അതോ ISISന്റെ സംരക്ഷണ വലയത്തിലാണോ എന്ന് വ്യക്തമല്ല. ഒരു യുവാവാണെന്നേ നമ്മൾ വിചാരിക്കുന്നത് പോലെ സാജിദ് മിർ എന്ന് പറയുന്ന ആള് കിളവരൊന്നുമല്ല. കണ്ടോ,
ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇവനൊക്കെ ഇരുമ്പ് നിക്കറിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുകയാണ്. എന്തെന്നറിയാമോ? ഈ മദ്രസ പഠനത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ വളരെ വലുതാണ്. ചെറിയ പ്രായം മുതൽ തന്നെ ജിഹാദ് ജിഹാദ് ജിഹാദ്, രാജ്യത്തിനു വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി, ഇസ്ലാമിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, കിതാബിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട്, പ്രവാചകൻ പഠിപ്പിച്ചതുകൊണ്ട്, പ്രവാചകൻ ചെയ്തതുകൊണ്ട് നമ്മൾ ഇരുമ്പ് നിക്കറിട്ടിട്ട് ചിതറിത്തെറിക്കാൻ തയ്യാറായിട്ട് അങ്ങോട്ട് ഇറങ്ങുക എന്ന ആശയം വളരെ ചെറുതിലേ തന്നെ ഇവരുടെ തലച്ചോറിലേക്ക് കിട്ടുന്നതാണ്. അത് അത്ര പെട്ടെന്നൊന്നും മാറാനും പോകുന്നില്ല. കാരണം ഇവരുടെ